ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എപ്പോഴും കാണിക്കുന്ന വീഡിയോയിൽ നിന്നും വ്യത്യാസപ്പെട്ട വേറൊരു വീഡിയോ ചെയ്യുകയാണ്. ഒരു ക്രാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്ത വീഡിയോ ആണ്. പണ്ട് ഞാൻ കുറേ എംബ്രോയ്ഡറിയും ക്രോഷ്യോ ഒക്കെ പഠിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതല്ല ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയ ചെറിയ മാറ്റുകളും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി മേടിച്ച കുറച്ച് ടൂൾസും പിന്നെ കുറച്ച് യാണും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് നേരത്തെ തന്നെ പൊട്ടിച്ച് വെച്ചിരുന്നതാണ്. മീഷോയിൽ നിന്ന് വാങ്ങിയൊരു പ്രോഡക്റ്റാണ്. ഇപ്പം മേടിച്ച പ്രോഡക്റ്റാണ്. കുറച്ചൊരു 2 വീക്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കാം. വളരെ വിലക്കുറവാണ് കേട്ടോ. ഞാനതിൻ്റെ റേറ്റ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം ഒന്നും എനിക്ക് ഉപകാരപ്പെട്ടൊന്നുമല്ല. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വളരെ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇതെല്ലാം ആവശ്യം വരും. എനിക്ക് ചെറിയ വർക്കുകൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ നീഡിലാണ്. ഇത് ഹുക്കാണ്. ഇതിന് ഹുക്കെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു 9 എണ്ണം ഉണ്ട് ഇതിനകത്ത്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പല കളറിലായിട്ട് ഓരോ ഹുക്കും ഓരോ സൈസാണ്. വലിയ സൈസ് തൊട്ട് ചെറിയ സൈസ്, അതായത് 6.5 തൊട്ട് 2.5 വരെ ഇതിനകത്തുണ്ട്. അപ്പം 6.5 വരുമ്പോൾ വലിയ ഹുക്കായിരിക്കും. അപ്പം നമ്മൾ വലിയ ചെയിൻ ഇടുമ്പം വലിയ ഹുക്കാണ്. നമ്മൾ വലിയ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെറിയ ഇത് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ നീഡിൽ മതിയാവും, ചെറിയ ഹുക്ക് കൊണ്ടുള്ളത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ റബ്ബർ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൈ വേദനിക്കില്ല ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന വേറെയാണ്, അത് അലുമിനിയം കൊണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് 9 എണ്ണം ഉണ്ട്. 9 സൈസിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് ഏത് ഹുക്ക് വേണം, ഇതിൻ്റെ സൈസും വലിപ്പമൊക്കെ എത്രയും വേണം, എന്തുമാത്രം ലൂസ് വേണം, ടൈറ്റ് വേണമെന്നൊക്കെ. അപ്പോൾ അത് ഹുക്കിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇനി വേറെ ഉള്ളത് ഇതും അതുപോലെ തന്നെയുള്ള ഹുക്കാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണിച്ചത് ശരിക്കും വൂള് കൊണ്ടുള്ള യാൺ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതാണ് ആ ഹുക്ക്. ഇത് ശരിക്കും ത്രെഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചിലപ്പം എന്താ അതിന് പറയുക, ഓവർ കോട്ട് ചെയ്യാറുണ്ട്, ടേബിൾ മാറ്റ് ചെറിയ ത്രെഡ് കൊണ്ട് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതിന് പറ്റിയതാണ് ഇത്. ചെറിയ നീഡിലാണ്. നമുക്ക് ഉടുപ്പൊക്കെ തയ്ക്കാം. കുഞ്ഞ് സൈസ് ഇത് കോട്ടൺ ത്രെഡ് കൊണ്ടുള്ളത്. അപ്പോൾ അതിനുള്ള നീഡിലാണ്. ഇതും 8 എണ്ണം ഉണ്ട് കേട്ടോ. ഇതും സൈസ് അതനുസരിച്ച് ഓരോ ഹുക്കിൻ്റെ ഓരോ സൈസാണത്. അപ്പോൾ ഇതും ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെല്ലാം. പിന്നെ ഇതൊരു നല്ല അടിപൊളി ബോക്സിനകത്താണ് ഈ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെപ്പോഴെങ്കിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. എനിക്കിതെല്ലാം ഒന്നും ഉപയോഗമില്ല. ഇതാ ഈ സാധനം ഒരു മോതിരം പോലെ ഇല്ലേ, ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഈ വിരൽ വെച്ചാണ് നമ്മൾ ഈ ത്രെഡൊക്കെ ചുറ്റി നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ത്രെഡ് ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്യണമെങ്കിൽ ഈ റിങ്ങിനകത്തൂടെ ത്രെഡ് അകത്തേക്ക് കയറ്റി വിരലെ ചുറ്റിയാൽ മതി. അതിനുള്ള ഉപയോഗമാണത്. ഇത് ഒരു റോ മാർക്കറാണേ. എന്ന് വെച്ചാൽ ഇതിനകത്തൂടെ നീഡിൽ വെച്ചിട്ട് നമുക്ക് എത്ര റോ വേണം, നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ബാഗൊക്കെ തുന്നുമ്പോഴത്തും ഉടുപ്പ് തുന്നുമ്പോഴൊക്കെ 10-20 റോയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അതിൽ നമ്മളിപ്പോൾ വേറെ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ വലുതും ചെറുതും 2 എണ്ണം ഉണ്ടത്. പിന്നെ ഉള്ളത് ഇതൊരു സ്റ്റോപ്പറാണ്. ഇത് നിറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും നിറ്റിങ് ടൂൾസിൻ്റെ എൻഡിൽ കുത്തിവെക്കുന്നതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. നിറ്റിങ് ചെയ്യുന്നവർക്കുള്ളതാണ്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. നിറ്റിങ് ചെയ്യാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം അറിയാം, അല്ലാതെ അത് വെച്ചുള്ള സ്റ്റിച്ചിങ് അറിയില്ല. പിന്നെ കുറച്ച് മാർക്കറാണിത്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്നാണ്. അങ്ങനത്തെ 2 സെറ്റ് സൈസ് മാർക്കറുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിനെ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി ഈ അറ്റത്തൊന്ന് റൗണ്ട് ഫിനിഷ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഫിനിഷ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്കും അത് എവിടെയാണ് നമ്മൾ തുടങ്ങിയതെന്ന് അറിയാൻ വേണ്ടി അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ ഓരോ ചെയിനിലും നമുക്കത് കുത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് മറക്കില്ല. അപ്പോൾ അടുത്ത റോ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് റോ തുടങ്ങാൻ പറ്റും. അതിനുള്ളതാണ് ഇത്. അത് ഒരു 7-8 എണ്ണം ഉണ്ട് കേട്ടോ. അത്
ഒടിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണിത്. മറ്റത് പിന്നു പോലെ കുത്തി വെക്കുന്നത്, ഇത് വെറുതെ ജസ്റ്റ് കയറ്റി വെച്ചാൽ മതി. അത് വലിയ സൈസും ചെറിയ സൈസും ഒക്കെ ഉണ്ട്. ബാഗൊക്കെ തുന്നുമ്പോൾ ശരിക്കും ആവശ്യം വരും. നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തല്ലേ വരുന്നത്. ഒരു റൗണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ അതിങ്ങനെ കോർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും. നമുക്ക് പല കളറിൽ പ്ലാസ്റ്റിക്കാണ്. വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ് ക്രോഷ്യോ ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടാൽ മതി. മറ്റതുപോലെ പിന്നു പോനേക്കാൾ എളുപ്പം ഇതാണ്. ഇനി അടുത്തത് ഒരു ടേപ്പുണ്ട്, മെഷറിംഗ് ടേപ്പ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പിന്നെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, ത്രെഡ് കട്ടർ. സിസർ, ചെറിയ സൈസ് സിസറാണ്. അതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നൂല് പെട്ടെന്ന് നമുക്ക് കത്രിക യൂസ് ചെയ്യാതെ തന്നെ ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സാധനമാണ്. ഇതിങ്ങനെ ഓപ്പണായിട്ടേ ഇരിക്കുകയുള്ളൂ. നമ്മൾ ആ ക്യാപ്പ് വെക്കുമ്പോഴേ ഇത് അടയുള്ളൂ കേട്ടോ. അടിപൊളിയത്. പിന്നെ അതേ കുറച്ചൊരു 4-5 നീഡിലുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽ. ഇത് നമുക്ക് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഷോളോ വല്ലതും തുന്നുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്കൊരു മുത്ത് പിടിപ്പിക്കണമെങ്കിലോ ഫ്ലവർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് നമ്മളിങ്ങനെ ത്രെഡ് കയറ്റിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു വർക്ക് തീരുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി അതിൻ്റെ എൻഡൊക്കെ നീറ്റാക്കാൻ വേണ്ടി ഇതുകൊണ്ട് തന്നെ ഇതിൽ ത്രെഡ് കയറ്റി നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം. നല്ല നീഡിലത്. അത് വലുതും ചെറുതുമായിട്ട് 6 എണ്ണം ഉണ്ടത്. പിന്നെ ഉള്ളത് ഇതൊരു നീഡിലാണ്. ഇത് നിറ്റിങ് നീഡിലാണ്. അത് നിറ്റിങ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇവർ ബോക്സ് ഫുൾ കിറ്റിൽ എല്ലാം ഉണ്ട് കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കിറ്റാണിത്. ഇപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ നൂല് ചുറ്റിയിട്ട് മറ്റേ ആ സ്റ്റോപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ നിന്ന് ചുറ്റി മറ്റേ ഇപ്പുറത്തെ നീഡിലേക്ക് വലിച്ചെടുക്കുകയാണ് ഈ നിറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും. അതിനകത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അറിയാവുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണിത്. എനിക്കിതൊന്നും എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. കുറച്ച് പഠിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഐഡിയയൊക്കെ വെച്ച് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ബാഗ്, പേഴ്സ്, അങ്ങനെ കുറച്ചൊക്കെ ഉടുപ്പ് ഒക്കെ തുന്നിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട്, ഇതൊരു നല്ലൊരു സാധനമാണ്. കുറച്ച് അതിൻ്റെ കുറേ പീസസ്. അത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. നമുക്കിത് ഈ ബോക്സിനകത്ത് വെക്കുന്നതായത് കണ്ടായിരുന്നു. നല്ല അടിപൊളി ബോക്സാണ് കേട്ടോ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ്. ഇതിന് ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ സാധനം. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊന്നും അവിടെ ഇവിടെ കിടക്കാതെ നമുക്കിങ്ങനെ തിരിച്ചിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് വെക്കാം ഓരോന്നൊക്കെ ആയിട്ട്. വേണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. കൊള്ളാം, നല്ലതാണ്. അപ്പം മൊത്തത്തിൽ എനിക്കിത് ഇഷ്ടമായി. നല്ലൊരു സാധനമാണ്. ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാം. കൊള്ളാം, നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിറ്റിനകത്തുള്ള സാധനങ്ങൾ. ഇനി ഞാൻ വേറെ കുറച്ച് യാൺ കൂടി കാണിക്കാം. ഇത് കണ്ടോ, ഇത് സാധാരണ യാണാണ്. നമ്മൾ ഒരു ക്രോഷ്യോ പഠിക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ യാണേ മേടിക്കാവുള്ളൂ. വളരെ സോഫ്റ്റ് അല്ല, അക്രിലിക് ആയിട്ടുള്ള യാണാണ്. ഇതുപോലെ നമ്മൾ ഇതെടുത്തിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞാനത് ആദ്യം കെട്ടൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ വെറുതെ ചെയിൻ വലിച്ചെടുക്കുകയാണ്. വലിയ ഹുക്ക് കൊണ്ടാണ് ഞാൻ വലിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വലിച്ച് ചെയ്യണം. ഈ യാണ് അതിന് നല്ലതാണ്. നമ്മൾ വില കൂടിയ യാണൊന്നും ആദ്യം മേടിക്കരുത്. ഇതുപോലെ ഇത് ഒരു ബോക്സിന് 50-60 ഒക്കെ കിട്ടുന്ന ഒരു കിറ്റിനകത്ത് 6 എണ്ണം കിട്ടും ഈ യാണ് കേട്ടോ. അപ്പോൾ സുഖമാണ് ഇതുകൊണ്ട് പഠിക്കാൻ. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ടേബിൾ മാറ്റ് ഉണ്ടാക്കാനും ഉടുപ്പ് തുന്നാനും ഒക്കെ നല്ലതാണ്. ഇത് ഉണ്ട്, എല്ലാത്തിനും നല്ലതാണ്. വളരെ പഞ്ഞിയ പോലത്തൊരിയാണ്.
ഈ ഇടുന്നതാണ് ചെയിൻ. അത് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മൊത്തം അഴിഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ. ക്രോഷ്യ വളരെ പഠിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ വേറെ കുറച്ച് യാൺ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതും ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കോട്ടൺ യാണാണ്. ഇത് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റേറ്റൊന്നും എനിക്കറിയില്ല. ഇത് നിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് നമുക്ക് ബാഗ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂലാണിത്, കോട്ടൺ ആണ്. ബാഗ്, പേഴ്സൊക്കെ നല്ല ഹാർഡായിട്ടൊക്കെ തുന്നിയെടുക്കണമെങ്കിൽ അതുപോലെ അതിന് ആ ബ്ലൂ കളറിൽ കാണിച്ച ആ നീഡിലില്ലേ, ആ നീഡിൽ അതിന് നല്ലതാണ് കോട്ടൺ ഇത് തുന്നിയെടുക്കുന്നതിന്. ഇതിൻ്റെ 2-3 കളർ കൂടിയുണ്ട്. എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. വീഡിയോ ഇപ്പം തന്നെ ലെങ്ത് കൂടി പോകുമെന്നൊരു സംശയം. ഇതും നേരത്തെ കാണിച്ച പോലത്തെ അക്രലിക്കായിട്ടുള്ള സാദാ വൂളൻ യാൺ, പഞ്ഞിക്കെട്ട് പോലത്തത്. ഇങ്ങനത്തെ ഒരു 6-7 കളറ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കമ്പൈൻഡായിട്ട് മിക്സഡ് കളറിലൊക്കെ നമുക്ക് ഉടുപ്പൊക്കെ തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയത്. ഇതൊക്കെ തയ്ച്ചിരിക്കുന്ന ഇതുകൊണ്ടാണ്. നമുക്കിത് വാഷബിളാണ്, പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഇതിൻ്റെ നൂലിങ്ങനെ പൊങ്ങി നിൽക്കുമെന്നേ ഉള്ളൂ. നമുക്ക് കാർപ്പറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല കേട്ടോ. അതിൻ്റെ ഒരു ബ്ലൂ, അങ്ങനെ 2-3 കളറ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി വേറൊരെണ്ണം ഞാൻ കാണിച്ചു കേട്ടോ. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സാധനം കേട്ടോ. അത് ഈ 3 ആണെന്ന് നോക്കിക്കേ, എന്ത് രസം. മൾട്ടി കളർ, ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ഞാൻ ഉടുപ്പ് തുന്നാനായിട്ട് മേടിച്ചതാണിത്. നല്ലയാണല്ലേ. ഇത് നിറ്റിങ്ങിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ നൈസായിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് കുറച്ച് സമയം എടുക്കും. കുറേ അധികം തുന്നിയാൽ അതൊരു ഇതിലേക്കുള്ള സമയം എടുക്കേണ്ടി വരും കേട്ടോ. തുന്നിയൊക്കെ വരുമ്പോഴത്തേക്കും 2 കളറിൽ മേടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതുകൊണ്ട് തുന്നി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഒരു കോംബോ ആയിട്ട് കിട്ടിയതായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ അത് ഇതുകൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യം പഠിച്ചിരുന്ന സമയത്തുള്ള കുറച്ച് ഈ ഹുക്കാണ്. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ആ ടീച്ചർ തന്നതാണ്. അവരിങ്ങനെ ബോക്സായിട്ട്, അവരും ആമസോണിൽ നിന്ന് എന്തോ മേടിച്ചതാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെത്. നമ്മൾ ആദ്യം പഠിക്കുമ്പം ഈ സൈസ് ഹുക്കാണ് നല്ലത്. പെട്ടെന്ന് നമുക്ക് തുന്നി എടുക്കാൻ സുഖം കേട്ടോ. ഇതുകൊണ്ട് ഫ്ലെക്സിബിളാണത്. ഇത് സ്റ്റീലിൻ്റെ ആണ്, മറ്റേത് അലൂമിനിയം ആണ്. അതും എല്ലാം സൈസെല്ലാം ഈക്വലാണ്, ഒട്ടും വെയിറ്റ് ഇല്ല. ഇപ്പം ഞാൻ ആദ്യം കാണിച്ച ഹുക്കിന് ഒരല്പം വെയിറ്റ് ഉണ്ട്, ആ റബ്ബർ ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ ഹാൻഡിലും പിടിക്കാൻ സുഖമാണ്. നമ്മൾ ഒരുപാട് വലിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പിടിച്ച് വരുമ്പോൾ നമ്മുടെ വിരലിന് ചെറിയൊരു വേദനയുണ്ടാകും. അപ്പോൾ നമ്മൾ ആ റബ്ബർ ഹാൻഡിലുള്ളതാണ് നല്ലത്. അപ്പം ഇതുമുണ്ട് 6 എണ്ണം, ചെറിയ സൈസും വലിയ സൈസും എല്ലാം ഉണ്ട് കേട്ടോ. മറ്റിനേക്കാൾ കൂടുതൽ ഇതുണ്ട്. ഇതൊക്കെ തുന്നണമെങ്കിൽ ഈ ചെറിയ നീഡിൽ മതി. ഇത് പഠിക്കുന്നവരോ, ക്രോഷ്യോ പഠിക്കുന്നവരോ, സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ മേടിക്കണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് മേടിക്കാം. നല്ല പ്രോഡക്റ്റ് അവിടെ ഉണ്ട്, മീഷോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.